എന്നിട്ട് നമ്മുടെ അനാഥാലയം തുടങ്ങുമ്പോൾ നമുക്ക് നിർമ്മലാമ്മയും അവിടേക്ക് കൊണ്ടുപോകണം. കുറേ ഉത്തരവാദിത്തങ്ങളും നിർമ്മലാമ്മയെ ഏൽപ്പിക്കണം. നമ്മുടെ അനാഥാലയത്തിലെ ആദ്യത്തെ അന്തേവാസി നിർമ്മലാമ്മയായിരിക്കണം. അന്തേവാസിയാക്കാൻ നിർമ്മലാന്റെ അനാഥയൊന്നും അല്ലല്ലോ. ആ അമ്മയുടെ മകൻ ജീവനോടിരിക്കല്ലേ. മകൻ ജീവനോടെ ഇരിക്കുമ്പോ അമ്മ എങ്ങനെയാ അനാഥയാവുന്നത്? അല്ല, നിർമ്മലാമ്മയുടെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? ചിലപ്പോ ഈ ഭൂമിയിൽ തന്നെ എവിടെയെങ്കിലും അങ്ങനെ ഒരു മകൻ ജീവനോട് ഉണ്ടായിരുന്നിരിക്കാം. അയാളും തൻ്റെ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവണം. ഏത് നിമിഷവും ആ അമ്മയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. ചിലപ്പോ അയാൾ ജീവനോട് ഈ ഭൂമിയിൽ കാണില്ല. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയായാലും പെറ്റമ്മയല്ലേ, എങ്ങനെയെങ്കിലും തേടി പിടിച്ച് വരില്ലായിരുന്നു അയാള്. ഇനിയിപ്പോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മകന് പെറ്റമ്മയുടെ അരികിൽ എത്താനുള്ള ഭാഗ്യം എത്രയും വേഗം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിധി, എന്തിനാ നീ കരയുന്നേ? ഓ, നിർമ്മലാമ്മയുടെയും നഷ്ടപ്പെട്ടു പോയ മകന്റെയും കാര്യം പറഞ്ഞപ്പോ നിധിക്ക് പോലും സങ്കടം വന്നു അല്ലേ? അപ്പോ നിർമ്മലാമ്മയ്ക്ക് എന്തുമാത്രം വിഷമം കാണും. ആ മകനെ കാണാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടാവും.